24 ബിഗ് ബ്രേക്ക്. ശബരിമലയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചെന്ന് സൂചന. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഈ രേഖകളൊക്കെ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്, അവിടെ സ്റ്റോർ റൂമിലുണ്ട്, തിരുവാഭരണം കമ്മീഷണറുടെ പക്കലുണ്ടെന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ അവകാശപ്പെട്ടിരുന്നത്. ആ അവകാശവാദം പൊള്ളയാണ് എന്ന് പറയുമ്പോൾ ഇതിനു പിന്നിൽ, ഈ രേഖകൾ നശിപ്പിച്ചതിന് പിന്നിൽ ആരുടെയെങ്കിലും അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവർ മനഃപൂർവ്വം ഈ രേഖകൾ നശിപ്പിച്ചതായി പറയാൻ കഴിയുമോ? പറയൂ MG പ്രതീഷ്. ദിലീപ് കുമാർ, സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും വലിയ ദുരൂഹത തുടരുകയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന അന്വേഷണങ്ങളൊക്കെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന പല രേഖകളും നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. 1998-99 കാലത്ത് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകളാണ് SIT ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. ഈ രേഖകൾ കണ്ടെത്തി നൽകാൻ ഈ ദേവസ്വം ബോർഡ് ചില ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം കമ്മീഷണറുടെയും ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധന നടത്തിയത്. പക്ഷേ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ രേഖകൾ നഷ്ടപ്പെട്ടു എന്നതാണ് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ തന്നെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ നശിപ്പിച്ചതായിരിക്കാം എന്നുള്ളൊരു സംശയം നിലവിലെ ബോർഡും സംശയിക്കുന്നുണ്ട്. കാരണം ഈ പ്രതിപ്പട്ടികയിൽ നിലവിൽ ദേവസ്വം ബോർഡിൽ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. അവരുടെയൊക്കെ തന്നെ ഇടപെടൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും സംശയിക്കുന്നത്. SIT പലതവണ ആവർത്തിച്ച് ഈ രേഖകൾ ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് പലയിടങ്ങളിലും നടത്തിയ പരിശോധനയിൽ ഈ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ പോലും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ കാലത്ത് മരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇതുമായി ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തോ പമ്പയിലോ ശബരിമല സന്നിധാനത്തോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകുന്നത്. ഇക്കാര്യം SITയെയും അറിയിക്കും. ഇനി SITയുടെ തുടർ നടപടി എന്തായിരിക്കും എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അക്കാര്യത്തിൽ SIT വരും ദിവസങ്ങളിൽ ഒരു കടുത്ത നടപടികളിലേക്ക് കൂടി കടക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം കൂടുതൽ ദുരൂഹതയും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കാണാനില്ല എന്ന വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.